ഒരു സ്ഥലത്തേക്ക് മന്ത്രി വരുമ്പോൾ ഒരു മേലുദ്യോഗസ്ഥൻ വരുമ്പോൾ താഴെയുള്ളവരാണ് ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുക. ആ ഇൻഫർമേഷൻ അനുസരിച്ചാണ് മന്ത്രി പറയുക. അല്ല മന്ത്രി എങ്ങനെ അറിയുക അടിയിൽ ആളുണ്ടോ ഇല്ലയോ, 2 പേർക്ക് പരിക്കുള്ളോ ഇല്ലയോ, അത് മന്ത്രി അറിയുന്ന കാര്യമല്ല. പക്ഷേ അവിടെ വീഴ്ച പറ്റിയത് മന്ത്രിക്കല്ല, ഈ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്ത ആർക്കോ ആണ്. അങ്ങനെയാണ് ഒരു സാമാന്യ യുക്തിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, അവിടെ വീഴ്ച പറ്റിയ ഒരു തെളിവ് കൂടിയുണ്ട്. മന്ത്രി വി എൻ വാസവൻ വൈകുന്നേരം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ JCB വന്നല്ലോ 12:30 മണിയാകുമ്പോൾ, അവിടെ വരുന്നു, ഞാനപ്പോൾ പറയുന്നു ഫയർ ഓഫീസറെ വിളിക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് JCB വിളിച്ചോ, പെട്ടെന്ന് JCB വിളിക്കൂ എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അതിനുശേഷം വി എൻ വാസവനെ സംസാരിക്കണമെന്നപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ ഈ JCB വിളിക്കണം, ഇത് മാന്തി നോക്കണം എന്നുള്ള സാമാന്യ യുക്തി പോലും ഫയർ ഓഫീസർക്ക് തോന്നിയില്ല, മന്ത്രിക്കാണ് തോന്നിയത്. അപ്പോൾ അദ്ദേഹം വേറെന്തോ മറുപടി പറഞ്ഞാൽ അങ്ങ് ഒഴിഞ്ഞു. പക്ഷേ നോക്കൂ, ഇന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ വളരെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, വേറെ ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് എങ്ങനെയോ ഒരു അബദ്ധം, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. അതുകൊണ്ട് തന്നെ JCBയോ മറ്റോ വിളിക്കണ്ട എന്ന് തോന്നി. മന്ത്രി വി എൻ വാസവൻ പറയുന്നതാണ് ശരിയെങ്കിൽ കേട്ടോ, അവിടെയും ഒരു വലിയ വീഴ്ച വന്നു. 2 മണിക്കൂർ താമസിച്ചു. ഒരു പക്ഷേ ചിലപ്പോൾ JCB മറ്റോ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്ത്രീയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു.